തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഒരു സേ ഉണ്ട്. പക്ഷെ MLA-മാരുടെ മാത്രം പോരല്ലോ. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമെന്ന്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP-യാണ്. ഞാൻ കാസർകോട്ടെ MP-യാണ്. സുധാകരൻ കണ്ണൂർ MP-യാണ്. ഷാഫി പറമ്പിൽ വടകര MP-യാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA-ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDF-ന്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മാത്രമല്ല, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട്, അത് തന്നെ ലീഗ് കൂടാതെ മുസ്ലിമിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി UDF-നെ സഹായിച്ചുകൊണ്ടാണ്, അത് ക്രൈസ്തവ വിഭാഗമായാലും കൊള്ളാം, മുസ്ലിം വിഭാഗമായാലും കൊള്ളാം, അവരെല്ലാം സഹായിച്ചുകൊണ്ടാണ് UDF-ന് ഈ ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ രഹസ്യമായും പരസ്യമായും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയത് UDF-നോടുള്ള പ്രേമം കൊണ്ടല്ല, നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട്. നിങ്ങളും UDF-നെ ഒരുപാട് സഹായിച്ചില്ലേ? നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമല്ലേ? ചാനലുകൾക്കും ചാനലിലെ പ്രവർത്തകന്മാർക്കും അഭിപ്രായമുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ കഴിയുക? അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളുടെ പാരമ്പര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നതിനെ കൊച്ചാക്കുന്നൊരു പ്രവണതയൊന്നും ശരിയല്ല. അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ 3 നേതാക്കന്മാരും ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഡൽഹി പോയി അവർ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്, സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. അവർക്കതിനുള്ള അവകാശമുണ്ട്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കാര്യങ്ങൾ സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്തി, മല്ലികാർജുന ഖാർഗെയെ ബോധ്യപ്പെടുത്തി, രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. അവരവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു അപാകതയുമില്ല. അതിനവർക്കുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പാർട്ടിയാണ്, ഇതൊരു സംഘടനയാണ്. സംഘടനയ്ക്ക് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. VD സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. അതുപോലെ തന്നെ ഇന്ന് ദേശീയ തലത്തിൽ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. VD സതീശൻ്റെ പ്ലക്കാർഡുകൾ ഉയർത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്ലക്കാർഡ് കൊടുത്തി, വേണുഗോപാലിൻ്റെ പ്ലക്കാർഡ് കൊടുത്തി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഒന്നും തയ്യാറാകുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു.
ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോളാറിന്റെ കാലത്ത് പോലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്തത്. അന്ന് സിദ്ദിഖ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് മറിയാമ്മയോട് ചോദിച്ചാൽ പറയും, ചാണ്ടിയുമ്മനോട് ചോദിച്ചാൽ പറയും. അന്നും എല്ലാവരും കള്ളക്കളിയാണ് കളിച്ചത്. കാരണം ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനിറങ്ങിയാൽ തങ്ങളുടെ ഇമേജ് തകർന്നു വീഴുമോ എന്നുള്ള പേടി കൊണ്ട് അവരെ കെട്ടിപ്പടുത്ത ഇമേജ് തകരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒളിച്ചു കളിച്ചു. അന്ന് ആ വിഴുപ്പ് ഭാണ്ഡം ചുവക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആളല്ല, പക്ഷെ അന്ന് ഞാൻ ന്യായത്തോടൊപ്പം നിന്നു. അതുപോലെ തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എപ്പോഴും പറയും. അന്ന് ഞങ്ങളുടെ ഒരു ക്രൈസിസ് വന്ന കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഞങ്ങളോടൊപ്പം നിന്നത്. ചാണ്ടിയുമ്മനും പറയും, ആ കുടുംബത്തിലെ എല്ലാവരും പറയും. അതാരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ ചെയ്തത്. കാരണം ഉമ്മൻചാണ്ടി തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കുടുക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. ഇന്നലെ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യമൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷെ അയാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റൂ? VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല.